പ്രകൃതിപരമായി തന്നെ ആണും പെണ്ണും തുല്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല തുല്യമായ ഡ്യൂട്ടി നൽകിയിട്ടില്ല. 5 നേരത്തെ ആരാധനയ്ക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ പുരുഷന് പുണ്യമാണ്. സ്ത്രീക്ക് പുണ്യം വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഖിംനസ് സ്വലാഹ്. ഒരു കർമ്മം ഉപേക്ഷിച്ചാൽ അത് മൂലം കാഫിറായി പോകും എന്ന് കൽപ്പിക്കപ്പെട്ട ഒരു കർമ്മം ഏതാണത്? നിസ്കാരമാണ്. ആ നിസ്കാര നിർവഹണത്തിന് പോലും സ്ത്രീ 5 നേരം പള്ളിയിൽ വരേണ്ടതില്ല. അവൾക്ക് പുണ്യമുള്ളത് വീടിന്റെ അകത്തളമാണ്. കാരണം എന്തേ? ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട്. എല്ലാ ദിവസവും സ്ത്രീക്ക് നിസ്കരിക്കാവുന്ന സാഹചര്യമല്ല. അവൾക്ക് മാസത്തിൽ നിശ്ചിത ദിവസം നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ മറ്റു പല ഘട്ടങ്ങളിലും അവൾക്ക് നിസ്കാരം ഉപേക്ഷിക്കേണ്ട സാഹചര്യമുണ്ടാകാം. പലവിധങ്ങളായ പരിമിതികൾ ഉണ്ടാകാം. അതുകൊണ്ട് സ്ത്രീക്ക് നല്ലത് ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ അകത്തളമാണ്. അള്ളാഹുവിന് നൽകേണ്ട അടിസ്ഥാനപരമായ അനുസരണമാണ് നിസ്കാരമെന്ന് പറയുന്നത്. ആ നിസ്കാരത്തിന് പോലും പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ല. അതവളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് ചെയ്തതാണ്. അല്ലാതെ കാര്യം പരിഗണിക്കാതിരുന്നാൽ പെണ്ണെ നീയും പള്ളിയിൽ പോകണമെന്ന് ഇസ്ലാം പറഞ്ഞേനെ. അങ്ങനെങ്കിൽ ഇസ്ലാം പ്രകൃതി വിരുദ്ധ മതമായി മാറുമായിരുന്നു. ഇസ്ലാം പ്രകൃതിക്ക് യോജിച്ച മതമാണ്. അതുകൊണ്ട് പറഞ്ഞു, സ്ത്രീ അവൾക്ക് ഒരുപാട് കൈകാര്യ മേഖലകൾ, അവൾക്ക് സന്താന പരിപാലനമുണ്ട്, വീട് പരിപാലനമുണ്ട്, പ്രസവമുണ്ട്, പ്രസവാനന്തര ശുശ്രൂഷകളുണ്ട്, പ്രസവാനന്തര വിശ്രമമുണ്ട്, ആർത്തവകാല ഇടവേളകളുണ്ട്. ഇതെല്ലാമുള്ള ഒരു സ്ത്രീക്ക് എപ്പോഴും പള്ളിയിൽ വന്നുകൊള്ളണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന മതം പ്രകൃതി വിരുദ്ധമായ മതമായി പോകും. അതുകൊണ്ടങ്ങനെ ഇസ്ലാം പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ബിദ്അഈ കക്ഷികൾ ഈ പ്രകൃതി വിരുദ്ധവാദികളാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോണില്ല. മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാനപരമായ ആരാധനാകർമ്മത്തിൽ പോലും അവളുടെ നേച്ചർ, അവളുടെ സ്ട്രക്ചർ, അവളുടെ ശാരീരിക ഘടന എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാം നിയമം പറയുന്നത്. അതേ സമയത്ത് പുരുഷ ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. പുരുഷന്മാർ കൽപ്പിക്കപ്പെട്ടവരാണ് ലിൽ ജുമുഅത്തി വൽ ജമാഅ, ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി കൽപ്പിക്കപ്പെട്ടവർ പുരുഷന്മാരാണ്. ഒരു നാട്ടിൽ അവകൾ നടന്നില്ലെങ്കിൽ അവര് കുറ്റവാളികളാണ്. അവരല്ലാഹുവിങ്കിൽ സമാധാനം പറയേണ്ടവരാണ്. ഈ നിലക്ക് ഓരോരുത്തരുടെയും ഡ്യൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. അതവരുടെ പ്രകൃതിക്കനുസരിച്ചുള്ളതാണ്. അറിയുമോ സഹോദരന്മാരെ, ഇതിന്റെ അർത്ഥം സ്ത്രീക്ക് കുറെ ന്യൂനതയുണ്ടെന്നല്ല. ആ വാദവും അടിസ്ഥാനപരമായി തെറ്റാണ്. സ്ത്രീക്ക് അധികാരത്തിന് അവകാശം നൽകാത്തതിനാൽ സ്ത്രീയെ അടിച്ചൊതുക്കി. ആരാണ് ഈ പ്രയാമ്പിൾ തയ്യാറാക്കിയത്? സ്ത്രീക്ക് അവളുടെ പ്രകൃതിക്കനുസരിച്ചുള്ള അവകാശം നൽകുമ്പോൾ അവൾ സമ്പന്നയാണ്. പുരുഷന് അവന്റെ നേച്ചറിനനുസരിച്ച് അധികാരം നൽകുമ്പോൾ അവൻ സമ്പന്നനാണ്. ഇവിടെ കയ്യേറ്റങ്ങളില്ല, ഇവിടെ പ്രശ്നങ്ങളില്ല. അതേ സമയത്ത് ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് മതങ്ങൾ, ഇവിടെ നിലനിൽക്കുന്ന ഇപ്പോഴുമുള്ള പല മതങ്ങളും സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതിപരമായ അവകാശം പോലും നൽകിയില്ല. ഇസ്ലാമിനെ പോലെ സ്ത്രീകൾക്ക് അധികാരം നൽകിയ വേറെ ഒരു മതവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, യേശുവിന്റെ മണവാട്ടികൾ ആയിരക്കണക്കിന്, അവരാരെ കാത്തു നിൽക്കുന്നു?
ആ ഒരു സിസ്റ്റം ആര് കൊണ്ടുവന്നു? അത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാൻ ഇവിടെ ആരെയും കാണുന്നില്ല. മറുഭാഗത്ത് പൗരോഹിത്യത്തിന്റെ കയ്യേറ്റങ്ങൾ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരെയും കാണുന്നില്ല. ഒരു മതത്തിന് അങ്ങനെയൊക്കെ ആകാം. അവരെ കളിയാക്കാൻ നമ്മളില്ല, അവരെ കുറ്റം പറയാൻ നമ്മളില്ല. ഈ രാജ്യം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. പക്ഷേ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, വിഷയങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ള വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രകൃതിപരമായുള്ള വികാരങ്ങളെ കെട്ടിനിർത്തുന്ന മതങ്ങൾ ഇവിടെയുണ്ട്. അതിന് പല ആളുകളും ചോദ്യം ചെയ്യാനില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അമ്പിയാക്കന്മാരിൽ ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചു തരുന്ന മാർഗമേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അമ്പിയാക്കന്മാരെ നിയോഗിച്ചു, ലക്ഷക്കണക്കിന്. അതിൽ ഒരു നബിയും പുരുഷനല്ലാതെ സ്ത്രീയില്ല. എല്ലാ പ്രവാചകന്മാരും പുരുഷന്മാരാണ്. ഒരു നബിയും സ്ത്രീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചില്ല. എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പവർ അവർക്ക് നൽകിയതിനാൽ അവർക്കതിന്റെ ഡ്യൂട്ടി നൽകുകയാണ്. ഇതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് മഹത്വമില്ലെന്നല്ല. സ്ത്രീകൾക്ക് അവരുടെ നേച്ചറിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗം നേടാം. സ്ത്രീക്ക് അവളുടെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗം നേടാം. അവൾക്ക് അവളുടെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ മോക്ഷം നേടാം. അവൾക്ക് അവളുടെ ഡ്യൂട്ടി നിർവഹിച്ചാൽ തന്നെ വിജയം നേടാം. അടിസ്ഥാനപരമായ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനും പെണ്ണിനും നൽകിയിട്ടുണ്ട്.